Hi dears, welcome to Malayali's Talks. Hello dears, welcome back to my channel. Calicut University 4th semester BA BSc മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി സെക്ഷനും സി സെക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ്, നോട്ട്സ് എല്ലാം ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബി സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേയുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ സീലിംഗ് മാർക്ക് വരുന്നത് 35 മാർക്കായിരിക്കും. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സാം ഷീറ്റിലെ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പുറമായിരിക്കുമല്ലോ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 16ാമത്തെ ചോദ്യം മുതലാണ് ഈ ബി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം ഇതാണ്: അധികാരി നമ്പൂതിരിയുടെ ഇല്ലത്ത് നെല്ല് കടം വാങ്ങാൻ പോയ ഗോപിക്കും അമ്മയ്ക്കുമുണ്ടായ അനുഭവം എന്താണ്? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നന്ദനാരുടെ അനുഭവങ്ങൾ എന്ന നോവലിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അവിടെ ചെന്നപ്പോൾ നല്ല ഭക്ഷണം കിട്ടി. അതായത് ഒരുപാട് കാലമായിരുന്നു ഗോപി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. ആ ഭക്ഷണം അവിടെ നിന്ന് കിട്ടി. എന്നാൽ നെല്ലോ പണമോ കടമായിട്ട് നമ്പൂതിരി കൊടുത്തില്ല. അവർ ചെന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അതായത് നെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെന്നത്. പക്ഷെ അത് അവർക്ക് ലഭിച്ചില്ല. കന്നിമാസത്തിലെ കൊയ്ത്ത് കഴിയാതെ 1 മണി നെല്ല് പോലും കൊടുക്കാൻ കഴിയില്ല എന്നാണ് നമ്പൂതിരി അവരോട് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അനുഭവമായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഉണ്ടായത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് അവിടേക്ക് എത്തിയത് എന്നീ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ നിങ്ങളതിൽ എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു പുറത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൻസർ എഴുതണം. പക്ഷെ അതിൽ പ്രധാന കണ്ടൻറ്റ് ഇതായിരിക്കണം. ഓക്കെ, 17ാമത്തെ ചോദ്യം: ജാതിമത വ്യത്യാസമില്ലാതെയാണ് ശ്രീനാരായണ ഗുരു എല്ലാവരുടെയും കൂടെ കഴിഞ്ഞത്, വിശദീകരിക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് പ്രൊഫസർ MK സാനുവിൻ്റെ മനുഷ്യരെല്ലാം സോദരർ എന്ന പാഠഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളെന്നോ മുസൽമാനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ അവരുടെ കൂടെ മാംസം, ബിരിയാണി, പുലാവ് എന്നിവയൊക്കെ കഴിക്കുകയും കൂടാതെ അവരുടെ കുട്ടികളെ ലാളിക്കുകയും ചോറ് വാരിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. 18ാമത്തെ ചോദ്യം: ആദം 2 തരത്തിൽ ഉൽപാദകനായി, വിശദമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് M ഗോവിന്ദൻ്റെ അറിവിൻ്റെ ഫലങ്ങൾ എന്ന പാഠഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ആദം 2 തരത്തിൽ ഉൽപാദകനായി: ഒന്ന് ഭക്ഷണത്തിൻ്റെ ഉൽപാദകനായി, രണ്ടാമത് പുതിയൊരു തലമുറയുടെ ഉൽപാദകനുമായിട്ട് മാറിയെന്നാണ് പറയുന്നത്. അതായത് അറിവിൻ്റെ ഫലം ഭക്ഷിച്ചു എന്ന കാരണത്താൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദമും ഹവ്വയും അവർ ഭൂമിയിലെത്തി. അവർ സ്വയം സംരംഭകരായി. ആദം ഒരു ഉൽപാദകനായി മാറി. ഈ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ച് എഴുതേണ്ടത്. 19ാമത്തെ ചോദ്യം: ബ്രിജ്പാൽ എന്ന അധ്യാപകൻ്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓം പ്രകാശ് വാൽമീകിക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഓം പ്രകാശ് വാൽമീകിയുടെ എച്ചിൽ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. അപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു ഉയർന്ന ജാതിക്കാരാണ് എന്ന് കരുതിയിട്ടാണ് മാഷിൻ്റെ വീട്ടിൽ വെച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തത്. എന്നാൽ പിന്നീട് അവരുടെ ജാതി അറിഞ്ഞപ്പോൾ അവരെ അടിക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവരവിടെ പോയതും അവർക്ക് എന്തൊക്കെ അവിടെ നൽകിയേ, അതുപോലെ അവർക്കുണ്ടായ അനുഭവം, അതൊക്കെ വിവരിച്ച് വേണം ഇവിടെ എഴുതാൻ. 20ാമത്തെ ചോദ്യം: ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പലതരം വിധിവിലക്കുകളുണ്ട്, വിശദീകരിക്കുക. ഉത്തരം വരുന്നത് തീറ്റയുടെ ജനാധിപത്യം എന്ന പാഠഭാഗത്തു നിന്നാണ്. MN കാരശ്ശേരിയുടെ. ഇവിടെ പറയുന്നത് ഹിന്ദുക്കൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കില്ല, എന്നാൽ മുസ്ലിങ്ങൾ പൊതുവെ പന്നി ഇറച്ചിയും കഴിക്കില്ല. ഇതൊന്നും മറ്റുള്ളവർ കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ജനാധിപത്യ ധ്വംസനമാണ് എന്നാണ്. അതായത് ജനാധിപത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവകാശമാണ് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഒരാൾ കഴിക്കാത്ത മറ്റൊരാളും കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ശരിക്കും ജനാധിപത്യ നിയമത്തിന് തന്നെ വിരുദ്ധമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എഴുതുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഉദാഹരണ സഹിതം എഴുതുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. 21ാമത്തെ ചോദ്യം: സാഹിത്യത്തിനും കലയ്ക്കും വിദ്യാഭ്യാസത്തിൽ വലിയ പങ്കുണ്ടെന്ന് P. പവിത്രൻ പറയാൻ കാരണമെന്ത്? വന്നിരിക്കുന്നത് P. പവിത്രൻ്റെ ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന പാഠഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിത്യവും കലയും നൽകുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ്. ബുദ്ധി കൊണ്ട് മാത്രമല്ല
വികാരം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വികാരമണ്ഡലത്തെ വികസിപ്പിക്കുന്നതും സമകാലികമാക്കുന്നതും സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിനും കലയ്ക്കും വിദ്യാഭ്യാസത്തിൽ വലിയ പങ്കു തന്നെ ഉണ്ട്. 22ാമത്തെ ചോദ്യം. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തൻ്റെ പേരും വിളിക്കുന്നത് കേട്ട് ഗോപി സന്തോഷം കൊണ്ട് ഞെട്ടിപ്പോയി. എന്താണ് കാരണം? ഉത്തരം വന്നിരിക്കുന്നത് അനുഭവങ്ങൾ എന്ന നോവലിൽ നിന്നാണ്. നന്ദനാരുടെ പട്ടിണി കൊണ്ട് വലഞ്ഞുപോയ ഗോപിക്ക് പട്ടാളത്തിൽ ഒരു സെലക്ഷൻ കിട്ടി. അതുകൊണ്ടാണ് ഗോപി ആ ഒരു പേര് കേട്ടപ്പോൾ ഞെട്ടിയത്. കാരണം അവൻ്റെ ഒരുപാട് നാളത്തെ ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു മോചനമായിരുന്നു ആ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ബി സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്. 23ാമത്തെ ചോദ്യം. വ്യാജ സൂചനകൾ എന്ന കവിത ആത്മീയമാകുന്ന പ്രണയത്തെയാണ് പുൽകുന്നത്. വിശദമാക്കുക. ഉത്തരം റൂമിയുടെ വ്യാജ സൂചനകൾ എന്ന കവിത പ്രണയത്തിൻ്റെ അത്യന്തികമായ അനുഭവം, പ്രണയത്തിൻ്റെ ശക്തി കൊണ്ടാണ് ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത് എന്ന് വ്യക്തമാക്കുന്നു. തന്നിൽ നിന്ന് ആത്മാവ് മറ്റൊന്നിലേക്ക് അകന്നു പോയതുപോലെയാണ് പ്രണയം. അപ്പോൾ ആ ഒരു കവിതയുടെ ആശയം തന്നെ നിങ്ങളതിൽ എഴുതിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ബി സെക്ഷൻ അവസാനിച്ചു. ഇനിയുള്ളത് സി സെക്ഷനാണ്. ഇതെല്ലാവർക്കും അറിയാലോ, എസ് എ സെക്ഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ വരുന്നത് 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചോയ്സ് ഉണ്ട്, 2 എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ 24ാമത്തെ ചോദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഷപ്പിൽ നിന്നും അവഹേളനങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഗോപിക്ക് പട്ടാളത്തിൽ ലഭിച്ച ജോലി. വിവരിക്കുക. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നുള്ളൊരു ആശ്വാസമായിരുന്നു ഗോപിക്ക് പട്ടാളത്തിലുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ ഗോപി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം നരകയാതനകൾ അവൻ അനുഭവിച്ചിട്ടുണ്ട്. അവൻ മാത്രമല്ല, അവൻ്റെ കുടുംബവും. അപ്പോൾ അതേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആശയത്തിലൂടെ തന്നെ വ്യക്തമാക്കി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം. ദൈവത്തെ ധിക്കരിച്ചതിലൂടെ സ്വർഗത്തിലെ ഏകശാസന ക്രമത്തിൽ നിന്ന് ആദവും ഹവ്വയും സ്വതന്ത്രരായി വിലയിരുത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗം അറിയാലോ, അറിവിൻ്റെ ഫലങ്ങൾ എന്ന പാഠഭാഗമാണ്. ആദമും ഹവ്വയും അറിവിൻ്റെ ഫലം ഭക്ഷിച്ചതിനെ തുടർന്ന് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. തുടർന്ന് അവർ ഭൂമിയിൽ ഉൽപ്പാദകരായി മാറി. അവരെങ്ങനെയാണ് ഉൽപ്പാദകരായി മാറിയത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് അവർ അനുഭവിച്ചത് എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഴുതണം. ഇനി അടുത്ത 26ാമത്തെ ചോദ്യമാണ്. എതിർക്കാനോ തിരുത്താനോ കഴിയാതെ സഹനത്തോടെ ജീവിച്ചവരുടെ നേരനുഭവങ്ങളാണ് എച്ചിൽ എന്ന കൃതി. വിശദമാക്കുക. സമൂഹത്തിലെ താഴ്ന്ന വിഭാഗക്കാർ അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള കഷ്ടപ്പാടുകളുടെയും ദുരനുഭവങ്ങളുടെയും നേർചിത്രമാണ് എച്ചിൽ എന്ന കഥയിലൂടെ വ്യക്തമാക്കുന്നത്. അത് എങ്ങനെയാണ്, അതിൻ്റെ ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാക്കാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിലെ കഥാകാരൻ തന്നെ. കഥാകാരൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം പങ്കുവയ്ക്കാവുന്നതാണ്. ഇനി ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്. അത് 27ാമത്തെ ചോദ്യം. മനുഷ്യരെല്ലാം സഹോദരരാണ് എന്ന വിശ്വാസത്തെ ശ്രീനാരായണ ഗുരു പ്രായോഗികമാക്കിയത് എങ്ങനെയാണെന്ന് വിവരിക്കുക. പ്രൊഫസർ MK സാനു എഴുതിയിട്ടുള്ള മനുഷ്യരെല്ലാം സഹോദരർ എന്ന പാഠഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു എല്ലാവരെയും തുല്യരായിട്ടാണ് കണ്ടിരുന്നത്. മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ഈ മുക്കുവരുടെയൊക്കെ കൂടെ കഴിഞ്ഞതും അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചതും പിന്നെ അതേപോലെ തന്നെ അവരെ കുഞ്ഞുങ്ങളെ ലാളിച്ചതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ അനുഭവങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാം മനുഷ്യരെല്ലാം സഹോദരരാണ് എന്ന ആശയത്തെയാണ് ശ്രീനാരായണ ഗുരു മുറുകെ പിടിച്ചത് എന്ന്. അപ്പോൾ ഈ ഒരു ആശയത്തെ മുൻനിർത്തി വേണം നിങ്ങളതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ ഡിയേഴ്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എപ്പോൾ നിങ്ങൾ എസ്സേ എഴുതുമ്പോഴും പാരഗ്രാഫ് തിരിച്ചെഴുതാൻ നോക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ എസ്സേ എഴുതുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.